ഇന്ന് ഡിവൈൻ ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഡിവൈൻ നിങ്ങൾക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് പോകാൻ ശ്രമിക്കൂ എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത് കേട്ടോ. വിശ്വാസം, ഫെയ്ത്ത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇന്ന് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കൂ എന്ന് എന്നും ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ വ്യക്തിക്കും കൂടെ കൊടുക്കൂ എന്നും പറയുന്നുണ്ട്. ഡെവിൾ കാർഡാണ്. എന്തെങ്കിലും അഡിക്ഷൻസിൽ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓവർ ഒബ്സസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് ഡിവൈൻ പറയുന്നത്. എല്ലാം മിതമായി ചെയ്യാൻ, അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും റിലേഷൻഷിപ്പിൽ അത് മിതമായി ചെയ്യാൻ, ആ ഓവർ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കാനാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ ഓവർ തിങ്കിങ്ങിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹീലിങ്ങിൽ കൂടെ നിങ്ങൾ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കൂ എന്നും ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സഹായം എവിടെയെങ്കിലും എടുക്കണമെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ അത് എടുക്കാനാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. കാര്യങ്ങൾ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണം. സിറ്റുവേഷൻസ് ഒരു വഴക്കിലൊക്കെ എത്തി നിൽക്കുന്നതാണെങ്കിൽ അവിടെ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനും ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, പഴയ ഓർമ്മകളിൽ നിങ്ങൾ ഇങ്ങനെ അതിൽ തന്നെ പെട്ടിങ്ങനെ കിടക്കുകയാണ്. അതിൽ നിന്നും ഒന്ന് പുറത്ത് വന്ന് സ്വയം ഒന്ന് ഹീൽ ചെയ്യാൻ, ഹീലിംഗ് തന്നെയാണ് ഇന്ന് കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. ഹീലിങ്ങിൽ ഒന്ന് ഫോക്കസ് ചെയ്യാനും ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാനും പറയുന്നുണ്ട്. ഇമോഷണൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനും ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്.